ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിലെ ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടി ഇന്ന് 71 പ്രക്ഷേപണങ്ങൾ പിന്നിട്ടു. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഈ പ്രതിമാസ പരിപാടിയിലൂടെ ഒട്ടനവധി വിഷയങ്ങളിൽ അദ്ദേഹം രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവച്ചു. രാജ്യത്തിൻ്റെ ഉന്നതമായ സാംസ്കാരിക പൈതൃകം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പ്രഭാഷണത്തിന് തുടക്കമിട്ടത്. मेरे प्यारे देशवासियों, नमस्कार। मन की बात की शुरुआत में आज मैं आप सबके साथ एक खुशखबरी साझा करना चाहता हूं। हर भारतीय को यह जानकर गर्व होगा कि देवी अन्नपूर्णा की एक बहुत पुरानी प्रतिमा कनाडा से वापस भारत आ रही है. ഒരു നൂറ്റാണ്ട് മുൻപ് വാരാണസിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കാനഡയിലേക്ക് കടത്തിക്കൊണ്ടുപോയ അന്നപൂർണ ദേവിയുടെ വിഗ്രഹം രാജ്യത്ത് തിരിച്ചെത്തുന്ന വാർത്ത എല്ലാ ഭാരതീയർക്കും അഭിമാനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. यह प्रतिमा लगभग 100 साल पहले 1913 के करीब वाराणसी के एक मंदिर से चुराकर देश से बाहर भेज दी गई थी. मैं कनाडा की सरकार और इस पुण्य कार्य को संभव बनाने वाले सभी लोगों का इस सहृदयता के लिए आभार प्रकट करता हूं. നമ്മുടെ പൈതൃകവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാനും അത് മടക്കിക്കൊണ്ടുവരാനുമുള്ള ഒട്ടേറെ ശ്രമങ്ങൾ രാജ്യത്ത് നടന്നുവരുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് സംസ്കാരവും പൈതൃകവും എത്തിച്ചേരേണ്ടത് ആവശ്യമാണെന്നും അതിനായി രാജ്യത്തെ നിരവധി മ്യൂസിയങ്ങളും ലൈബ്രറികളും പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുവരുന്നതായും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. आज देश में कई म्यूजियम्स और लाइब्रेरी अपने कलेक्शन को पूरी तरह से डिजिटल बनाने पर काम कर रहे हैं. दिल्ली में हमारे राष्ट्रीय संग्रहालय ने इस संबंध में कुछ सराहनीय प्रयास किए हैं. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുവെന്ന കാര്യം വ്യക്തമാണ്. ഒരു അശരീരി പോലെയുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ മഹത്തായ സന്ദേശമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ഏകാംഗ തൊഴിൽ കമ്മീഷനും ദേശീയ പൈതൃക പദ്ധതി മുഖ്യ ഉപദേഷ്ടാവുമായ CV ആനന്ദബോസ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ മനസ്സ് തുറക്കുകയാണ്. ജനങ്ങളെ സർക്കാരുമായി ബന്ധിപ്പിക്കുന്ന ഒരു മാരവിൽ പാലമായി മാറിയിരിക്കുന്നു മൻ കി ബാത്ത്. ഭാരതീയ സങ്കല്പത്തിൽ അശരീരി എപ്പോഴും നന്മയിലേക്ക് നയിക്കുന്ന വാക്കുകളാണ്. ആകാശവാണിയിലൂടെ വരുന്ന വാക്കുകളും മഹത്തായ അശരീരി സന്ദേശമായി മാറുകയാണ്. ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഊന്നൽ നൽകുന്നത് ഭാരതീയ പൈതൃകത്തിനാണ്. ദേശീയ മ്യൂസിയം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷ് മ്യൂസിയവുമായി ചേർന്ന് ഇതിന് തുടക്കം കുറിക്കാനുള്ള നിയോഗം അന്ന് നാഷണൽ മ്യൂസിയത്തിന്റെ തലപ്പത്ത് ഇരുന്ന എളിയവനായ എനിക്കായിരുന്നു എന്നത് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ അതിന്റെ മൃദുല ശക്തി അഥവാ സോഫ്റ്റ് പവർ രംഗമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രകടമായ സൂചനയാണ്. ചൈന കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെ ഒരു സാംസ്കാരിക വൻശക്തിയാകാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ഒരു കാതം മുന്നേയുണ്ട് എന്നതിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ പ്രധാനമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയായ മൻ കി ബാത്തിന് കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതിയുടെ തനതായ കാഴ്ചകൾ ആസ്വദിക്കുകയും അതിലൂടെ നേടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പ്രമുഖ പക്ഷി നിരീക്ഷകനായിരുന്ന ഡോക്ടർ സലീം അലിയുടെ 125ാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശ്രീ നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അനുസ്മരിച്ചു. साथियों, इस महीने 12 नवंबर से डॉक्टर सलीम अली जी का 125वां जयंती समारोह शुरू हुआ है. डॉक्टर सलीम ने पक्षियों की दुनिया में बर्ड वॉचिंग को लेकर उल्लेखनीय कार्य किया है. ബ്രസീലിയൻ ജനതയ്ക്ക് വേദാന്തവും ഭഗവത്ഗീതയും പകർന്നു നൽകുന്ന വിശ്വനാഥ് എന്ന ജോനസ് മസെറ്റിയുടെ പ്രവർത്തനങ്ങളെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. മാത്രമല്ല, ന്യൂസിലാൻഡിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MP ഡോക്ടർ ഗൗരവ് ശർമ്മ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നമുക്കേവർക്കും അഭിമാനം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. जोनस ब्राजील में लोगों को वेदांत और गीता सिखाते हैं. वे विश्व विद्या नाम की एक संस्था चलाते हैं. न्यूजीलैंड में वहां के नवनिर्वाचित MP डॉक्टर गौरव शर्मा ने विश्व की प्राचीन भाषाओं में से एक संस्कृत भाषा में शपथ ली है. एक भारतीय के तौर पर
भारतीय संस्कृति का ये प्रसार हम सबको गर्व से भर देता है। മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പ്രതിപാദിക്കുന്ന വിഷയങ്ങളുടെ വൈവിധ്യമാണ് ആ പരിപാടിയുടെ സവിശേഷതയെന്നും അത് ജനങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്നുവെന്നും പരിപാടിയുടെ സ്ഥിരം ശ്രോതാവായ അരുൺകുമാർ പറഞ്ഞു. സമൂഹത്തിൽ ഗുണകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങളെക്കുറിച്ച്, ഇൻസിഡൻസിനെ കുറിച്ചും പ്രധാനമന്ത്രി ഈ മൻ കി ബാത്തിൽ പ്രതിപാദിക്കാറുണ്ട്. ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇത്തരം വിഷയങ്ങൾ പറയുകയും ആ വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുകയൊക്കെ ചെയ്യുന്നത് ആ വ്യക്തികൾക്കും വലിയ ആദരവാണ് നൽകുന്നത്. ഒപ്പം സമൂഹത്തിന് അത് വലിയ പ്രചോദനവുമാണ്. ഈ മൻ കി ബാത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഇത്രത്തോളം ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അഭിസംബോധന ചെയ്യുകയും അഡ്രസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനമന്ത്രി ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ മൻ കി ബാത്ത് എന്നുള്ള പ്രോഗ്രാം ഏറെ ഹൃദ്യമാണ്, ഏറെ ആസ്വാദ്യജനകമാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് കേൾക്കാൻ എന്നും കാതോർത്തിരിക്കുന്നു. രാജ്യത്ത് കൃഷി അനുബന്ധ രംഗങ്ങളിൽ നവീന ആശയങ്ങൾ ഉടലെടുത്തതായും അത് കാർഷിക മേഖലയിൽ വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയ കാർഷിക നിയമം കർഷകർക്കേറെ ഗുണം ചെയ്യുന്നുണ്ടെന്ന് മഹാരാഷ്ട്രയിലെ ജിതേന്ദ്ര, രാജസ്ഥാനിലെ മുഹമ്മദ് അസ്ലം തുടങ്ങിയവരുടെ അനുഭവങ്ങളിലൂടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. मेरे प्यारे देशवासियों, भारत में खेती और उससे जुड़ी चीजों के साथ नए आयाम जुड़ रहे हैं। बीते दिनों हुए कृषि सुधारों ने किसानों के लिए नई संभावनाओं के द्वार भी खोले हैं। बरसों से किसानों की जो मांग थी, जिन मांगों को पूरा करने के लिए किसी न किसी समय में हर राजनीतिक दल ने उनसे वायदा किया था, वो मांगे पूरी हुई है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്ത് പ്രഭാഷണങ്ങളിലൂടെ ആധുനിക ഭാരതത്തിന്റെ രൂപരേഖയാണ് വ്യക്തമാക്കുന്നതെന്നും അത് ഭാരതത്തിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള നിർദ്ദേശങ്ങളാണെന്നും അഭിഭാഷകനായ എസ് ജയസൂര്യൻ പറഞ്ഞു. ഇന്ത്യൻ കാർഷിക മേഖലയിൽ ചരിത്രപരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത്. കുത്തകകളുടെ കയ്യിൽ നിന്ന് കച്ചവടവും തുടർന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും അടക്കം കാർഷിക മേഖലയുടെ വിപുലമായ സാധ്യതകൾ ഈ തലമുറയിലെ കർഷകർക്ക് അനുഭവിക്കാൻ കഴിയും. അതിനാവശ്യമായ നിയമനിർമ്മാണങ്ങളാണ് നടന്നത്. ഇന്നലെ വരെ കർഷകന്റെ അധ്വാനം ചൂഷകരുടെ കൈകളിലേക്കാണ് പോയിരുന്നതെങ്കിൽ ഇനി മുതൽ കർഷകന്റെ അധ്വാന ഫലം കർഷകരിലേക്ക് തന്നെ പൂർണ്ണമായി തിരിച്ചു കിട്ടുകയാണ്. ഇന്ത്യൻ കർഷകരുടെ ഈ സ്വാതന്ത്ര്യം എന്നുള്ളത് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഭാരതത്തിന്റെ സാമ്പത്തിക കാർഷിക മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാർഷിക ലോകത്തിന്റെയും ഭക്ഷ്യ ലോകത്തിന്റെയും തലസ്ഥാനമായി ഭാരതം മാറുമ്പോൾ ഇന്ത്യൻ കർഷകർ കാർഷിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ആ തയ്യാറെടുപ്പാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച പ്രധാന വസ്തുത. ഈ 71 എപ്പിസോഡുകളിലൂടെ അദ്ദേഹം ഭാരതത്തിലെ ജനതയോട് സംസാരിക്കുമ്പോൾ ആധുനിക ഭാരതത്തിന്റെ രൂപരേഖയാണ് ആ മൻ കി ബാത്തുകളിലൂടെ പുറത്തു വന്നത്. അത് കേവലം സ്വപ്നങ്ങൾ മാത്രമല്ല, നാളത്തെ യാഥാർത്ഥ്യങ്ങളാണ്. അതിനായുള്ള പരിശ്രമത്തിന് ഭാരതത്തെ തയ്യാറെടുപ്പിക്കുന്ന മൻ കി ബാത്ത് പ്രോഗ്രാം ഇനിയും ഭാരതത്തിന്റെ പുരോഗതിക്കുള്ള ചൂണ്ടുപലക ആയിരിക്കുക തന്നെ ചെയ്യും. കൊറോണ എന്ന മഹാമാരി വിട്ടൊഴിയാത്ത പശ്ചാത്തലത്തിൽ അതിനെതിരായ പോരാട്ടം ശക്തമായി തുടരണമെന്നും അശ്രദ്ധ പാടില്ലെന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന പുതുവർഷത്തിൽ പുത്തൻ പ്രതീക്ഷകളോടെയും പുതുവിശ്വാസങ്ങളോടെയും മുന്നേറാനാകട്ടെ എന്ന ആശംസയോടെയാണ് ശ്രീ നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 71ാം പ്രക്ഷേപണം അവസാനിപ്പിച്ചത്. साथियों, अगली बार जब हम मन की बात में मिलेंगे तो 2020 का ये वर्ष समाप्ति की ओर होगा. नई उम्मीदें, नए विश्वास के साथ हम आगे बढ़ेंगे. आप जो भी सुझाव हो, आइडियाज हो, उन्हें मुझ तक जरूर साझा करते रहिए. आप सभी को बहुत बहुत शुभकामनाएं. आप सब स्वस्थ रहें, देश के लिए सक्रिय रहें. बहुत बहुत धन्यवाद. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിലെ ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.